ഹൂത്തികൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രായേൽ വ്യോമസേന യമനിൽ നടത്തിയത്. 2023 ഒക്ടോബർ 7-ന് ശേഷം ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള 400ഓളം ആക്രമണങ്ങളാണ് നടത്തിയത്. 2024 ജൂലൈയിൽ നടന്ന ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ ഹൂത്തി ആക്രമണം വലിയ ഭീഷണിയൊന്നും ഇസ്രായേലിന് ഉയർത്തിയിട്ടില്ല. എങ്കിലും അടിക്കടിയുണ്ടാകുന്ന മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ആഴ്ചകളിൽ ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ നൽകിയത്. 2024 ജൂലൈക്ക് ശേഷം യമനിലെ ഹൊദൈദ തുറമുഖത്തും മറ്റു പ്രധാനപ്പെട്ട ഹൂത്തി തുറമുഖങ്ങളിലും നിരവധി പവർ സ്റ്റേഷനുകളും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് അമേരിക്ക സനായിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ സൈനിക നടപടി നടത്തിയിരുന്നു. ഇതിനുശേഷം ഇസ്രായേൽ പട്ടണമായ ടെലവീവിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോൺ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി ഹൂത്തികൾ ആക്രമണം നടത്തുകയും വിമാനത്താവളത്തിന് സമീപം ബാലിസ്റ്റിക് മിസൈൽ പതിക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സൈനിക നടപടിയിൽ വിമാനത്താവളം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരുന്നു. പ്രധാന ടെർമിനലും വിമാനങ്ങൾ ഉൾപ്പെടെ അന്ന് ഇസ്രായേൽ വ്യോമസേനയുടെ നടപടിക്ക് വിധേയമായി. അതിനുശേഷം ഇന്നാണ് ഇസ്രായേൽ സന വിമാനത്താവളത്തിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയത്. അവശേഷിച്ചിരുന്ന ഹൂത്തികൾ ഉപയോഗിച്ചിരുന്ന അവസാന വിമാനവും ഇസ്രായേൽ നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു IDF ഓപ്പറേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈന്യവും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.